അപ്പോൾ യാത്ര ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇംഗ്ലീഷ് ഭാഷ നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്നതല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ അറിയുന്ന ഒരാൾക്ക് ഈ ലോകം മുഴുവൻ നമുക്ക് ചുറ്റിക്കാണാനും ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കണ്ട എന്ന് വിചാരിക്കുന്നവർ പോലും പുറത്തേക്കൊന്ന് പോകണമെങ്കിൽ, അതായത് നമ്മുടെ കേരളം വിട്ട് ഒന്ന് പുറത്തിറങ്ങണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ആദ്യം വരുന്ന വില്ലൻ എന്ന് പറയുന്നത് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ്. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് ഫ്രേസസ്, കോമൺ ആയിട്ട് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫ്രേസസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യത്തേത് ഹലോ എന്നുള്ളതാണ്. ഹലോ എന്ന് പറഞ്ഞാൽ ഗ്രീറ്റിംഗ് ആണ്. അപ്പോൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആളുകളെ കണ്ടുമുട്ടുമില്ലേ, അപ്പോൾ നമുക്ക് ഹലോ പറയാം. അല്ലെങ്കിൽ നമ്മുടെ സമയമനുസരിച്ച് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് എല്ലാം പറയാം. ഓക്കെ, അപ്പോൾ ഗ്രീറ്റിംഗ് ആണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അടുത്തത്, നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരാളെ നമുക്കൊന്ന് വിളിക്കണം അല്ലേ. പെട്ടെന്ന് ഒരാളെ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും ചോദിക്കണം വന്നാൽ, അല്ലെങ്കിൽ ടോയ്ലറ്റ് എവിടെയെന്ന് ചോദിക്കണം, ബസ് സ്റ്റോപ്പ് എവിടെയെന്ന് ചോദിക്കണം, അങ്ങനെ പല കൺഫ്യൂഷൻസും നമുക്ക് വരാം. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ആരോടെങ്കിലും ചോദിക്കണമെങ്കിൽ നമുക്ക് അയാളൊന്ന് വിളിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് വിളിക്കണമെങ്കിൽ എക്സ്ക്യൂസ് മീ എന്ന് പറയാം കേട്ടോ. എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് വേണം അയാളെ വിളിക്കാൻ വേണ്ടിയിട്ട്. ഇത് വളരെ പൊളൈറ്റ് ആയിട്ടുള്ളൊരു സംഭാഷണമാണ്. ഹലോ എന്ന് പറയുന്നതിനേക്കാളും എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ട് അയാളെ വിളിക്കാം. ഇനി അടുത്തത് പ്ലീസ് എന്നുള്ളതാണ് കേട്ടോ. പ്ലീസ് എന്ന് പറഞ്ഞാൽ ദയവായി എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അതായത് എന്തിനോടൊപ്പം നമുക്ക് പ്ലീസ് എന്ന് ചേർത്ത് വേണം നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പുറത്തു പോയാലല്ല, എപ്പോഴും നമ്മൾ ഈ ഒരു പൊളൈറ്റ്നെസ് കീപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അയാളോട് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് വിളിക്കണമെങ്കിലും പ്ലീസ് എന്ന് വിളിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്ത് ഡൗട്ടാണെങ്കിലും ഇതെനിക്കൊന്ന് പറഞ്ഞു തരുമോ, ഇതെവിടെയാണ് എന്നല്ല നമ്മൾ ചോദിക്കേണ്ടത്, ഇതെവിടെയാണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് വിനയത്തോട് കൂടിയിട്ട് ചോദിക്കുക. അപ്പം നമ്മൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ വേറൊരു സ്ഥലത്താണ്, നമ്മളുടേതായിട്ടുള്ള ആളുകളല്ല അല്ലേ, അവിടെയുള്ള ആളുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് അത്രത്തോളം ഒരു വിനയം, ഒരു പൊളൈറ്റ്നെസ് നമ്മളുടെ ലാംഗ്വേജിൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എവിടെയും ഒറ്റപ്പെടും. ഇവിടെയെന്ന് മാത്രമല്ല, ഏതൊരു സ്ഥലത്തും നമ്മളുടെ ഭാഷയാണ് നമ്മളെ ഒറ്റപ്പെടുത്തുന്നത്. അപ്പോൾ വിനയത്തോട് കൂടിയിട്ട് പ്ലീസ് എന്നുള്ള ആ ഒരു വേർഡ് വെച്ചിട്ട് നമ്മൾക്ക് ഒരാളോട് എന്തെങ്കിലും ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തത്, പുറത്തു പോയാൽ ഇപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണം എന്നില്ല അല്ലേ. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ അകത്താണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് ഒരാളോട് വഴി ചോദിക്കണമെങ്കിൽ അയാൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞാലല്ലേ നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് അയാൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചോദിക്കേണ്ടത് ഡു യു നോ ഇംഗ്ലീഷ് എന്ന് ചോദിക്കുക. അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയോ എന്ന് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തത്, പുറത്തിറങ്ങിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് സ്ഥലം അറിയാത്തതാണല്ലേ. എങ്ങോട്ട് പോകണം, എവിടെ പോകണം എന്നാകെ കൺഫ്യൂഷനാണ്. അപ്പം നമ്മൾ ഒരുപാട് പേരോട് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മിനിമം ഒരു 10 പേരോടെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും ഈ സ്ഥലം എവിടെയാണെങ്കിൽ നല്ല ഹോട്ടൽ എവിടെയാണ്, വെജിറ്റേറിയൻ ഹോട്ടൽ എവിടെയാണ്, നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ എവിടെയാണ്, ചർച്ച് എവിടെയാണ്, ഇതെല്ലാം നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കണമെങ്കിൽ വെയർ ഈസ് കൂട്ടി ചേർത്തുകൊണ്ട് നമുക്ക് ചോദിക്കാം. അത് എവിടെയാണ് ആ ഒരു പർട്ടിക്കുലർ സ്ഥലം, വെർ ഇസ് എ ചർച്ച്, വെർ ഇസ് ദി ബസ് സ്റ്റോപ്പ് എന്നെല്ലാം നമുക്ക് ചോദിക്കാം. അപ്പോൾ വെയർ ഈസ് എന്നുള്ള ആ ഒരു ഫോം കൂട്ടി ചേർത്തുകൊണ്ട് നമുക്ക് ഏത് സ്ഥലമാണോ വേണ്ടത് ആ സ്ഥലത്തെ കൂട്ടി ചോദിച്ച് പറയാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രേസാണ് കേട്ടോ. കാരണം പുറത്തിറങ്ങിയാൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഫ്രേസാണ് ഇത്. ഇനി അടുത്തത്, ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് നമ്മൾ ചോദിക്കുമ്പോഴെല്ലാം തന്നെ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അല്ലെങ്കിൽ ഞാൻ ഡൽഹിയിലേക്ക് പോവുകയാണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. ഇത് നമുക്ക് കോമൺ ആയിട്ട് എല്ലാവരോടും പറയേണ്ടതാണ്. പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ട്രെയിനിലിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ അടുത്തൊരാൾ വന്നിരിക്കുകയാണ്, അയാളോട് നമ്മൾ പറയണം ഞാൻ ഇങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമ്മൾ പറയണമെങ്കിൽ ഐ ആം ഗോയിങ് ടു എന്ന് ചേർത്തിട്ട് ഏത് സ്ഥലമാണോ അത് ചേർത്ത് പറയുമ്പോൾ ഐ ആം ഗോയിങ് ടു ഡൽഹി, ഞാൻ ഡൽഹിയിലേക്ക് പോവുകയാണ് എന്നെല്ലാം പറയാം. അപ്പോൾ ഐ ആം ഗോയിങ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോവുകയാണ്, എങ്ങോട്ടാണോ ആ സ്ഥലത്തിൻ്റെ പേര് കൂട്ടി നമുക്ക് ചേർത്ത് എഴുതാം. ഇനി അടുത്തത്, എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വഴി അയാളോട് ചോദിച്ചു, അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം പെട്ടെന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ക്ലിയർ ആയെന്ന് വരില്ല. കാരണം പുതിയ സ്ഥലമാണ്, പുതിയ ആളുകളാണ്, പുതിയ ഭാഷയാണ്. അപ്പോൾ നമുക്ക് പറയണം എനിക്ക് മനസ്സിലായില്ല എന്ന് പറയണം എങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലായില്ല എന്ന് നമുക്ക് അവരോട് പറയാം കേട്ടോ. അപ്പോൾ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്നർത്ഥം.
ഇനി അടുത്തത് നമുക്കിപ്പോൾ ഒരാളോട് ചോദിക്കണം, എപ്പോഴും ചോദിക്കേണ്ട ആവശ്യമാണ്. കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരുടെങ്കിലൊക്കെ സഹായം ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. ഞാൻ മാത്രം, എൻ്റെ മാത്രം എന്നുള്ള ഞാനെന്ന ഭാവം വെച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരാളും നമ്മളെ സഹായിക്കാനായിട്ട് ഉണ്ടാവില്ല അല്ലേ. നമ്മൾ ആ ഒരു ഒറ്റപ്പെടലുള്ള ഫീലിങ്ങിലൂടെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാണുന്നതൊക്കെ ഭയാനകമായിട്ട് നമ്മൾക്ക് തോന്നും. അപ്പോൾ ഒരാളോട് നമുക്ക് ചോദിക്കണം, എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിൽ കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ എന്ന് ചോദിക്കാം. ദയവായി എന്നെ ഒന്ന് സഹായിക്കോ എന്നുള്ള വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഫ്രേസാണ് ഇത്. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദയവായി എന്നെ ഒന്ന് സഹായിക്കുമോ എന്നർത്ഥം. അങ്ങനെ ഒരു സഹായം നമ്മൾക്ക് ചെയ്തു തന്നാൽ പറയാനായിട്ട് മറക്കരുത് നന്ദി എന്നുള്ള വാക്ക്. നന്ദി എന്നുള്ള വാക്കിൻ്റെ ഇംഗ്ലീഷ് മീനിങ് താങ്ക് യു എന്നാണ്. താങ്ക്സ് അലോട്ട് എന്ന് പറയാം, താങ്ക് യു വെരി മച്ച് എന്ന് പറയാം, താങ്ക് യു സോ മച്ച് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇതായിട്ട് തോന്നുന്നത്, അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏതാണോ ഫ്രേസ് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു പറയാം, താങ്ക് യു സോ മച്ച് പറയാം, താങ്ക്സ് അലോട്ട് പറയാം, താങ്ക് യു വെരി മച്ച് പറയാം, ഒരുപാട് നന്ദി എന്നെല്ലാം പറയാം കേട്ടോ. അങ്ങനെ ഒരു നന്ദി വാക്ക് പറഞ്ഞുകൊണ്ട് വേണം അവരുമായിട്ടുള്ള കോൺവെർസേഷൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അവർ പറയുന്ന താങ്ക്സ് എന്നുള്ള വാക്കിന് നമ്മൾ ജസ്റ്റ് എന്നും മിണ്ടാതെ അങ്ങ് പോകരുത്. വെൽക്കം പറയാം, അല്ലെങ്കിൽ യു ആർ വെൽക്കം പറയാം. അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് തിരിച്ചുകൂടെ പറഞ്ഞിട്ട് വേണം നമ്മൾ ആ കോൺവെർസേഷൻ അവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കോമൺ ആയിട്ട് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒറ്റ ക്ലാസ്സിൽ പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബേസിക് ആയിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങണം എങ്കിൽ, അതായത് ഒന്ന് കേരളം വിട്ട് ഒന്ന് തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ ഒക്കെ ജസ്റ്റ് ഒന്ന് പോകണമെങ്കിൽ നമുക്ക് ഇതുപോലെ കുഞ്ഞു വാക്കുകളെങ്കിലും അറിഞ്ഞിരിക്കണം. അതുപോലെ കുഞ്ഞു വാക്കുകളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എബ്രോഡ് പോകേണ്ട ആവശ്യങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ ഫ്രേസസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എയർപോർട്ടിൽ ചെന്ന് ചോദിക്കേണ്ടത്, അങ്ങനെയുള്ള കുറച്ചും കൂടി വലിയ ഫ്രേസസ് കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമുക്ക് ബേസിക് ആയിട്ട് എല്ലാ ആളുകൾക്കും കോമൺ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട സെൻറ്റൻസുകളാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതെടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള ആളുകൾക്കും പുറത്തേക്ക് ഇറങ്ങണം അല്ല, ഇംഗ്ലീഷ് ഭാഷ നിർബന്ധമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫ്രേസസിനെ വേണം ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.